So welcome back to Pharmaceutics with Gladstone. So നമ്മുടെ സസ്പെൻഷൻ്റെ മൂന്നാമത്തെ സ്ലൈഡിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സസ്പെൻഷൻ പാർട്ട് 3. ഇതിൽ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫ്ലോക്കുലേറ്റഡ് ആൻഡ് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. സോ ഇതിൽ പഠിക്കുന്നത് എന്താണ് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ, എന്താണ് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ, പിന്നെ ഫ്ലോക്കുലേറ്റഡും ഡീഫ്ലോക്കുലേറ്റഡും തമ്മിലുള്ള ഡിഫറൻസ് എഴുതുന്ന ഒരു ടേബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഈസ് വാട്ട് ഈസ് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. സോ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ എന്നറിയുന്നതിന് മുൻപ് വാട്ട് ഈസ് ഫ്ലോക്കുലേഷൻ അല്ലെങ്കിൽ എന്താണ് ഫ്ലോക്കുലേഷൻ എന്ന് നിങ്ങൾ അറിയണം. Flocculation refers to the formation of a loose aggregation of discrete particles held together in a network-like structure by physical adsorption of macromolecules when the longer range van der Waals force of attraction exceeds the shorter range force of repulsion. So flocculation refers to the formation of a loose aggregation. അല്ലേ, അതായത് ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യുക, അതായത് പാർട്ടിക്കിൾസ് കൂടിച്ചേരുക. പക്ഷേ കൂടിച്ചേർന്ന് അഗ്രിഗേറ്റ് ചെയ്ത് അതൊരു ഫ്ലോക്യൂൾ ഫോം ചെയ്യും, അതായത് അഗ്രിഗേറ്റ് ചെയ്തൊരു ലംപ് പോലെ ഫോം ചെയ്യും. പക്ഷേ ഇവർ തമ്മിലുള്ള ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് അല്ല. ഓക്കെ, അത്ര സ്ട്രോങ് അല്ല. സോ എപ്പോഴാണ് ഫ്ലോക്കുലേഷൻ നടക്കുന്നത് അതാണ് പിന്നെ പറയുന്നത്. It is a physical adsorption of macromolecules when the longer range van der Waals force of attraction. Okay, അതായത് van der Waals force നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. van der Waals force. So force of attraction exceeds the force of repulsion. അതായത് റിപ്പൽ ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ അകന്ന് നിൽക്കുകയാണ്, അല്ലെ, രണ്ട് പാർട്ടിക്കിൾസ് തമ്മിൽ അകന്ന് നിൽക്കുകയാണ്, അതാണ് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. ആ ഫോഴ്സ് ഓഫ് റിപ്പൽഷനെ എക്സീഡ് ചെയ്ത്, അതായത് അതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഫ്ലോക്കുലേഷൻ സംഭവിക്കുന്നത്. പക്ഷെ ഫ്ലോക്കുലേഷൻ നടന്ന് ഉണ്ടാകുന്ന ആ ഒരു അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ്ലി ബോണ്ടഡ് അല്ല. ഓക്കെ, particles therefore experience attraction at significant interparticle distance of about 10 to 20 nanometer and form an open network of aggregated particles known as floccules. Such a suspension is called flocculated suspension. So അങ്ങനെ കൂടിച്ചേരുന്ന ഒരു അഗ്രിഗേറ്റ് ഫോം ചെയ്യുന്ന ഒരു സസ്പെൻഷനെയാണ് നമ്മൾ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തുണ്ടാകുന്ന ആ ഒരു ലംബ് അല്ലെങ്കിൽ ആ ഒരു സെഡിമെന്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് ഫ്ലോക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദിസ് സസ്പെൻഷൻ ടൈപ്പ് the structure of the aggregate is quite rigid. Hence they settle quickly to form a high sediment height and are easily redispersible because the particles constituting individual aggregates are sufficiently far apart from one another to preclude caking. അതായത് ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷന്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു അഗ്രിഗേറ്റ് ഉണ്ടാവും, അല്ലേ, അതായത് ഒരു പാർട്ടിക്കിൾസ് കൂടിച്ചേർന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോക്യൂൾസ് ഉണ്ടാവും. ആ ഫ്ലോക്യൂൾസ് സെഡിമെന്റ് ചെയ്ത് താഴെ വരും, അല്ലെ, എന്തായാലും വെയിറ്റ് കൂടുമ്പോഴത്തേക്ക് ഒരു സാധനം ലിക്വിഡിനകത്ത് വെയിറ്റ് കൂടുമ്പോൾ എന്താണ്, അത് താഴേക്ക് വരും, അല്ലേ. സോ അത് താഴേക്ക് വന്ന് അടിയും, സെഡിമെന്റ് ആവും. പക്ഷേ ഇവര് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, അതത്ര സ്ട്രോങ് അല്ല. അതായത് ഒരു ഹാർഡ് കേക്ക് ഒന്നും അത് ഫോം ചെയ്യില്ല. കേക്ക് എന്ന് പറഞ്ഞാൽ, കേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, താഴെ വന്ന് സെഡിമെന്റ് ആയി കട്ട പിടിച്ച് കിടക്കുന്നതിനാണ് ഈ കേക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അത്ര ചെയ്തോ അല്ലെങ്കിൽ അത്ര റിജിഡ് ആയിട്ടോ താഴെ വന്നത് ഒരു കേക്ക് ഫോർമേഷൻ നടത്തത്തില്ല. ഇങ്ങനെ സെഡിമെന്റ് ആകുമെങ്കിലും നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോൾ സെഡിമെന്റ് ഈസിലി റീഡിസ്പേഴ്സ്ഡ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. ആദ്യം പഠിച്ചത് ഫ്ലോക്കുലേറ്റഡ് ആയിരുന്നു, രണ്ടാമത്തത് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. Whether a suspension is flocculated or deflocculated
depends on the relative magnitude of the electrostatic force of repulsion and the force of attraction between the particles. അതായത് ഇമൽഷൻ ഏതോ ആയിക്കോട്ടെ, ഫ്ലോക്കുലേറ്റഡ് ആകാം, ഡീഫ്ലോക്കുലേറ്റഡ് ആകാം, അല്ലേ? ഡിപ്പെൻഡ്സ് ഓൺ ദി അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ഫോഴ്സ്. അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ അത് ഫ്ലോക്കുലേറ്റഡ് ആവും. റിപ്പൾഷൻ ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ അത് ഡീഫ്ലോക്കുലേറ്റഡ് ആയിരിക്കും. At low electrolyte concentration, the electrical repulsive force predominates and particle interaction are maximized. Low electrolyte concentration കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് repulsive force ആയിരിക്കും കൂടുതൽ. Particle interactions are maximized. ഓക്കെ, അതായത് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ കുറഞ്ഞു നിൽക്കുമ്പോൾ ഇലക്ട്രിക്കൽ റിപ്പൾസീവ് ഫോഴ്സ് പ്രിഡോമിനേറ്റ്സ്. റിപ്പൾസീവ് ഫോഴ്സ് അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യാണ്. ഇപ്പൊ ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനിലെ പോലെ ഇവിടെ വന്ന് കൂടിച്ചേരാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലാണ്. The individual particles are dispersed as discrete entities, resulting in a smooth looking suspension. That means individual particles separate ആയി കിടക്കും. ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ആയി കിടന്നിട്ട് നമുക്കൊരു ഗുഡ് ലുക്കിംഗ് സസ്പെൻഷൻ തരും. അതായത് ഇപ്പം ഫ്ലോക്കുലേറ്റഡിൽ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്? പാർട്ടിക്കിൾസ് തമ്മിൽ കൂടിച്ചേർന്ന് ഒരു ലംബ് ഫോം ചെയ്യാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു ഫ്ലോക്യൂൾ ഫോം ചെയ്യാണ്. അപ്പൊ അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത് കണ്ടാൽ ഒരു എലഗന്റ് അപ്പിയറൻസ് കാണത്തില്ല. മറിച്ച് ഡീഫ്ലോക്കുലേറ്റഡ് വരുമ്പോൾ എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലാണ്, അല്ലെ? അപ്പം പാർട്ടിക്കിൾസ് തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലായി നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രോപ്പർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും പാർട്ടിക്കിൾസിന്റെ. സോ നമുക്ക് അതൊരു എലഗന്റ് അപ്പിയറൻസ് ആയിരിക്കും തരുന്നത്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഫ്ലോക്കുലേറ്റഡ് ആൻഡ് ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. എന്തൊക്കെയാണ് ഫ്ലോക്കുലേറ്റഡും ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. നമ്മളിപ്പം ആദ്യം പഠിച്ചത് വെച്ച് നമ്മൾ നോക്കുക ഡിഫറൻസ്. ഓക്കെ, ഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ. ഫസ്റ്റ് പോയിന്റ്, the particles of dispersed phase aggregate and form a loose network like structure. ശരിയല്ലേ? പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്യും, പക്ഷെ അത് തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഒരു അത്ര സ്ട്രെങ്ത് ഉള്ള ബോണ്ട് അല്ല, അല്ലെ? അത് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് റീഡിസ്പേഴ്സ് ചെയ്യാം. മറിച്ച് ഡീഫ്ലോക്കുലേറ്റഡ് വരുമ്പോഴോ പാർട്ടിക്കിൾസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് റിമെയിൻ ആസ് സെപ്പറേറ്റ് എൻറ്റൈറ്റീസ്. അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ആണ് കൂടുതൽ. സെഡിമെന്റേഷൻ റേറ്റ് ഈസ് ഹൈ. ശരിയല്ലേ? കാരണം എന്താണ്? ഫ്ലോക്കുലേറ്റഡിൽ ഫ്ലോക്യൂൾസ് ഫോം ചെയ്ത് താഴെ വന്ന് സെഡിമെന്റ് ആവും. ഡീഫ്ലോക്കുലേറ്റഡിൽ സെഡിമെന്റേഷൻ റേറ്റ് ഈസ് ലോ. സെഡിമെന്റ് ഫോംഡ് ഈസ് ലൂസ്ലി പാക്ഡ് ആൻഡ് ഡസ് നോട്ട് ഫോം എ ഹാർഡ് കേക്ക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഹാർഡ് കേക്ക് ഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? പാർട്ടിക്കിൾസ് തമ്മിൽ നല്ല ടൈറ്റ് ബോണ്ടിങ് ആയിരിക്കണം, അല്ലേ? അതായത് നല്ല ഒട്ടിപ്പിടിച്ചിരുന്നാൽ മാത്രമേ താഴെ വന്ന് ഇങ്ങനെ കട്ട, അല്ലെ, ഒരു കേക്ക് പീസ് പോലെ അതിങ്ങനെ വന്ന് സെഡിമെന്റ് ചെയ്ത് കിടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ റീഡിസ്പേഴ്സ് ചെയ്യുമ്പം അത് പിന്നെയും ഡിസ്പേഴ്സ്ഡ് ആയിട്ട് സസ്പെൻഷനിലേക്ക് മാറും. അതായത് സസ്പെൻഷനിൽ പാർട്ടിക്കിൾസ് പിന്നെയും റീഡിസ്പേഴ്സ്ഡ് ആയിട്ട് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആയിട്ട് വരും. മറിച്ച് ഡീഫ്ലോക്കുലേറ്റഡ് വരുമ്പോഴോ സെഡിമെന്റ്സ് ഫോംഡ് ഈസ് ടൈറ്റ്ലി പാക്ഡ് ആൻഡ് എ ഹാർഡ് കേക്ക് ഈസ് ഫോംഡ്. ഡീഫ്ലോക്കുലേറ്റഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡീഫ്ലോക്കുലേറ്റഡ് സെപ്പറേറ്റ് എൻറ്റൈറ്റീസ് ആണ്. പക്ഷേ ഇത് കുറച്ചു നേരം വെച്ച് കഴിയുമ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്തായാലും നമ്മളിപ്പം ഒരു ലിക്വിഡിൽ ഒരു പാർട്ടിക്കിൾസ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ എന്താണ്? താഴെ വന്ന് ഇത് ചെയ്യും, എന്താണ്? അടിഞ്ഞുകൂടും, അല്ലെ? അപ്പം അങ്ങനെ ഡീഫ്ലോക്കുലേറ്റഡിൽ അങ്ങനെ കൂടുകയാണെങ്കിൽ അത് ഫോം ചെയ്യുന്ന താഴത്തെ കേക്ക് എന്ന് പറയുന്നത് കട്ടിയുള്ള ഹാർഡ് കേക്ക് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അത് റീഡിസ്പേഴ്സ് ചെയ്യാൻ പാടാണ്. ഓക്കെ, സെഡിമെന്റ് ക്യാൻ ബി ഈസിലി റീഡിസ്പേഴ്സ്ഡ് ഓൺ ഷേക്കിംഗ്. ഫ്ലോക്കുലേറ്റഡിൽ നമുക്ക് പെട്ടെന്ന് റീഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റും, ഡീഫ്ലോക്കുലേറ്റഡിൽ പെട്ടെന്ന് റീഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡീഫ്ലോക്കുലേറ്റഡ് ആദ്യം അത് യൂണിഫോം ആയിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോൾ പാർട്ടിക്കിൾസ് എന്തായാലും ഒരു ലിക്വിഡിനകത്ത് താഴോട്ട് വരും, അല്ലെ? അപ്പൊ അങ്ങനെ വന്ന് സ്ലോലി കേക്ക് ഫോർമേഷൻ നടക്കും. എവിടെ? ഡീഫ്ലോക്കുലേറ്റഡിനകത്ത്. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന കേക്ക് ഹാർഡുമാണ്. ഫ്ലോക്കുലേറ്റഡിൽ ഉണ്ടാകുന്ന കേക്ക് ഹാർഡ് അല്ല, പക്ഷെ പെട്ടെന്ന് കേക്ക് ഫോർമേഷൻ നടക്കും. Last point, lack of elegance since the particles of the dispersed phase tend to separate from the dispersion medium.
അതായത് കണ്ടിന്യൂസ് ഫേസിൽ നിന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്താണ് മാറി ലംസ് പോലെ കിടക്കും ഇതിനകത്ത് ഫ്ലോക്കുലേറ്റഡിൽ. അപ്പോൾ അത് നമുക്ക് ആ സസ്പെൻഷൻ കാണുമ്പോൾ അത്ര എലഗന്റ് ആയിട്ട് തോന്നത്തില്ല. ഡീഫ്ലോക്കുലേറ്റഡിൽ ആദ്യം എലഗന്റ് ആയിരിക്കും. കാരണം എന്താണ്? പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് കൂടുതലാണ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷനേക്കാൾ ഫോഴ്സ് ഓഫ് റിപ്പൾസീവ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഇത് നിൽക്കുന്നുണ്ട് യൂണിഫോം അപ്പിയറൻസ് നമുക്ക് കിട്ടും. ഓക്കെ.